നവരാത്രിക്കും ദേവി ഉപാസനയ്ക്കും യുഗങ്ങളോളം പഴക്കമുണ്ടെങ്കിലും അയോധ്യ രാജാവ് സുദർശന ചക്രവർത്തിയുടെ കാലം മുതലാണ് നവരാത്രി ആരാധനയ്ക്ക് പ്രചാരം സിദ്ധിച്ചത് എന്ന് പറയപ്പെടുന്നു. കാപട്യമോ ഫലേച്ഛയോ കൂടാതെ ദേവിയുടെ പാദങ്ങൾ ആശ്രയിക്കുന്നവർക്ക് നിത്യാനന്ദം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ബ്രഹ്മാണ്ടത്തിൻ്റെ ആധാരമായി വർത്തിക്കുന്ന ജഗദംബികയെ നിത്യ, വ്യാപിനി, പൂർണ്ണ, സ്വതന്ത്ര, ആനന്ദ, കുണ്ടലിനി, അനാഹത, ദിവ്യ, മാതാ എന്നിങ്ങനെ പല രൂപങ്ങളിൽ ആരാധിച്ചു പോരുന്നു. സൃഷ്ടിയുടെ ചൈതന്യവും അതിൽ കുടികൊള്ളുകയും ചെയ്യുന്നതിനാൽ ദേവിയെ ആത്മസ്വരൂപിണിയെന്ന് ഭക്തജനങ്ങൾ വാഴ്ത്തുന്നു. ആ ജഗദംബിക സമസ്ത ജീവജാലങ്ങളെയും നിർലോഭം അനുഗ്രഹിക്കുന്ന പുണ്യകാലമാണ് നവരാത്രി കാലം. നവരാത്രി പൂജാവിധിയിൽ കന്നിമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ തിഥി മുതൽ ഓരോ ദിവസവും ഓരോ പേരിൽ ദേവിയെ ആരാധിക്കുന്നു. കുമാരി, ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളിക, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നിവയാണ് ആ പേരുകൾ. 2 മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ദേവീഭാവനയോടെ ഈ വ്യത്യസ്ത പേരുകളിൽ ഇരുത്തി പൂജിച്ച് ഭക്ഷണം, ഉപഹാരം മുതലായവ നൽകി സംതൃപ്തരാക്കുന്നു. മേൽപ്പറഞ്ഞ മൂർത്തികൾക്ക് പകരം നവദുർഗകളെ പൂജിക്കുന്ന സമ്പ്രദായവും നിലവിലുണ്ട്. 9 ദിവസവും കുമാരി പൂജ നടത്തിയ ശേഷമേ ഭക്ഷണം കഴിക്കാവൂ. കേരളത്തിൽ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൽ പ്രാധാന്യമുള്ളത്. ഈ ദിവസങ്ങൾ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അഷ്ടമിക്ക് ദുർഗയെയും, നവമിക്ക് മഹാലക്ഷ്മിയെയും, ദശമിക്ക് മഹാസരസ്വതിയെയും വിശേഷമായി പൂജിക്കുന്നു. മധു കൈടഭ വധാർത്ഥം വിഷ്ണുവിനെ യോഗനിദ്രയിൽ നിന്നുണർത്താനായി ബ്രഹ്മദേവൻ സ്തുതിച്ചപ്പോഴാണ് ദേവി മഹാകാളിയായി അവതരിച്ചത്. ഇത് ദേവിയുടെ താമസഭാവമാണ്. മഹിഷാസുര നിഗ്രഹത്തിനാണ് ദേവി മഹാലക്ഷ്മിയായി ഉത്ഭവിച്ചത്. ഇതാകട്ടെ ദേവിയുടെ രാജസഭാവമാണ്. ശുംഭനിശുംഭ വധാർത്ഥം ദേവി മഹാസരസ്വതിയായി അവതരിച്ചു എന്ന് വിശ്വസിച്ചു വരുന്നു. ഇത് ദേവിയുടെ സാത്വിക ഭാവമാണ്. ഈ 3 അവതാരങ്ങളും ദേവിയുടെ വൈശിഷ്ട്യങ്ങളും ദേവീ മാഹാത്മ്യത്തിൽ സവിസ്തരം വിവരിക്കുന്നുണ്ട്. എല്ലാ ഗൃഹങ്ങളിലും ശുദ്ധമായ സ്ഥലത്ത് മണ്ഡപമുണ്ടാക്കി അലങ്കരിച്ച് ദേവീപൂജകൾ ചെയ്യേണ്ടതാണ്. നിത്യപൂജ ചെയ്യാൻ കഴിയാത്തവർ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിലെ പൂജകൾ ചെയ്താലും മതിയാവുന്നതാണ്. ദശയാഗധ്വംസിനിയായ ഭദ്രകാളി പിറന്നത് അഷ്ടമിക്കായതുകൊണ്ട് അഷ്ടമി പൂജയ്ക്ക് വൈശിഷ്ട്യമേറും. പൂജയും ഹോമവും അന്നദാനവും കുമാരി പൂജയും ചെയ്താൽ നവരാത്രിയുടെ സമ്പൂർണ്ണ ഫലം തന്നെ ലഭിക്കുന്നതാണ്. ത്രിപുരസുന്ദരിയായ മഹാദേവിയെ സേവിക്കുന്ന ഭക്തന് ഐഹിക സുഖവും മരണാനന്തരം മോക്ഷവും സിദ്ധിക്കുന്നുവെന്നാണ് ദേവീപൂജയുടെ സവിശേഷത. ഉത്തരഭാരതത്തിൽ ദേവീ ജാഗരൺ എന്നാണ് നവരാത്രിയെ പറയുന്നത്. രാത്രി മുഴുവനും വ്രതാനുഷ്ഠാനങ്ങളോടെ ദേവിയെ ഭജിച്ച് ഉണർന്നിരിക്കുക ഉത്തരഭാരതത്തിലെ ദേവീ ഉപാസനയുടെ രീതിയാണ്. ബ്രഹ്മാണ്ടം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഊർജം ഈ ദിവസങ്ങളിൽ വിശിഷ്ടമായി ജാഗ്രതാവസ്ഥയിലിരിക്കുന്നതുകൊണ്ട് വിശ്വകുണ്ടലിനി ശക്തിയുടെ സുഷുമ്നാമാർഗം തുറന്നിരിക്കുമെന്നാണ് വിശ്വാസം. അന്തരീക്ഷത്തിലെ ശക്തിപ്രവാഹങ്ങൾ, ഊർജസ്രോതസ്സുകൾ എന്നിവ വിശിഷ്ട രീതിയിൽ പ്രവർത്തനക്ഷമമാകുന്നതുകൊണ്ട് ഈ ദിനങ്ങളിൽ നടത്തുന്ന ഏത് പ്രവൃത്തിക്കും 10 മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ സമയത്ത് ഏതു സാധനകൾ ചെയ്താലും അത്യധികം ഫലം ലഭിക്കുന്നത് കാരണം പ്രാരബ്ധവശാലുണ്ടായിട്ടുള്ള ദുർയോഗങ്ങൾ, പൂർവജന്മങ്ങളിലെ സഞ്ചിത ദുഷ്കർമ്മങ്ങൾ എന്നിവ അനായാസമായി നശിക്കുന്നതാണ്. ഈ ദിനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പോലും ചെയ്യപ്പെടുന്ന ആധ്യാത്മിക പ്രയത്നങ്ങൾ വ്യക്തിത്വത്തെ വികാരങ്ങളിൽ നിന്നും അതിശയകരമാം വിധത്തിൽ മുക്തമാക്കി അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നവരാത്രി വ്രതത്തിലും ശ്രേഷ്ഠമായി മറ്റൊരു വ്രതവും ഇല്ല എന്നു തന്നെ. സാധകനെ പവിത്രനാക്കുകയും എല്ലാ ഐശ്വര്യങ്ങൾക്കും പ്രാപ്തനാക്കുകയും ചെയ്യുന്നു നവരാത്രി വ്രതം. പ്രഥമ തിഥി മുതൽ നവമി തിഥി വരെ സാധകൻ ഒരിക്കൽ അനുഷ്ഠിച്ചുകൊണ്ട് തപസാധനാ ജപാദികളിൽ ജപിക്കുകയും
സത്യം മുതലായ സദാചാരവ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. നവരാത്രങ്ങളിലെ പൂജകളെ നവരാത്രി പൂജയെന്നും സരസ്വതി പൂജയെന്നും ദുർഗാപൂജയെന്നും ലക്ഷ്മി പൂജയെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ 9 ദിവസങ്ങളിലും ഭാരതീയർ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശാരീരികവും മാനസികവുമായ പവിത്രത കൈവരിച്ച് സൃഷ്ടിയുടെ ആദിശക്തിയായ പരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങളാണ് ശരവന്നരാത്രി പൂജയെന്നത്. ബ്രഹ്മവിഷ്ണു മഹേശ്വര സ്വരൂപങ്ങളായ സൃഷ്ടിസ്ഥിതി സംഹാര പ്രവൃത്തികൾ പോലും ആ ആദിപരാശക്തിയുടെ മായാലീലകളായിട്ടാണ് സനാതനധർമ്മത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആദിപരാശക്തിയുടെ തന്നെ 3 രൂപങ്ങളായ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ രൂപത്തിൽ പരാശക്തിയെ നാം ആരാധിക്കുന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ശാരീരികവും മാനസികവുമായ തിന്മകളെ, ആസുരിക ശക്തികളെ നിഗ്രഹിച്ച് മനസ്സിനെ പവിത്രമാക്കി ഐഹികവും പാരലൗകികവുമായ സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി ദേവിയെ ആരാധിച്ചതിനു ശേഷം സകല വിദ്യാസ്വരൂപിണിയായ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ സകല കലകളുടെയും അധിഷ്ഠാന ദേവതയായ സരസ്വതി ദേവിയെ ആരാധിച്ച് പൂജിച്ച് സ്തുതിച്ച് ആദിപരാശക്തിയുടെ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ 3 സ്വരൂപങ്ങളുടെ വിജയയാത്രയായി വിജയദശമി എന്ന 10ാമത്തെ ദിവസത്തെ ആഘോഷിക്കുകയാണ് ഓരോ സാധകനും ചെയ്യുന്നത്. ആദിപരാശക്തിയുടെ ഈ 3 രൂപങ്ങളിൽ ദുർഗയെ പർവ്വതരാജനായ ഹിമവാന്റെ പുത്രി പാർവതി ദേവിയായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. മഹാലക്ഷ്മി സ്വരൂപമായ പരാശക്തിയുടെ സ്വരൂപം ക്ഷീരസാഗര മഥനത്തിൽ നിന്നും ജനിച്ച ലക്ഷ്മി ദേവിയായിട്ട് സങ്കല്പിക്കുന്നു. ഭൃഗു മഹർഷിയുടെയും കാത്യായന മഹർഷിയുടെയും പുത്രിയായിട്ട് ജനിച്ച സരസ്വതി ദേവി സകല കലകളുടെയും അധിഷ്ഠാന ദേവതയാണ്. അതുകൊണ്ട് ദേവി സരസ്വതി ഭാർഗവിയെന്നും കാത്യായിനി എന്നും പ്രസിദ്ധമാണ്. ഇപ്രകാരം പർവ്വതരാജപുത്രിയായ ദുർഗ മലൈമകളും സാഗരത്തിലെ തിരമാലകളിൽ നിന്നുത്ഭവിച്ച ലക്ഷ്മി ദേവി അലൈമകളും ദേവതയായ സരസ്വതി ദേവി കലൈമകളും എന്ന രൂപത്തിൽ തമിഴ് സാഹിത്യത്തിൽ സ്തുതിച്ച് ആരാധിച്ചു വരുന്നുണ്ട്. നവരാത്രിയിലെ നായികമാരായി മലൈമകളായ ദുർഗാദേവിയും അലൈമകളായ ലക്ഷ്മി ദേവിയും കലൈമകളായ സരസ്വതി ദേവിയും 3 ദിവസങ്ങളിലായി ഭാരതത്തിൽ പൂജിച്ച് സ്തുതിച്ച് ആരാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നവരാത്രിയുടെ സവിശേഷത. ആദിപരാശക്തിയുടെ ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവ്വ അനുഗ്രഹങ്ങളും എല്ലാ സജ്ജനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ലളിതാംബികായേ നമഃ.